പരാജയം ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ പേടി തോന്നാറില്ലേ? സത്യം പറഞ്ഞാൽ അതൊരു അവസാനമല്ല, മറിച്ച് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അധ്യാപകനാണെങ്കിലോ? അതെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്, പരാജയങ്ങളെ എങ്ങനെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റാമെന്ന്. ശരി, നമുക്ക് തുടങ്ങാമല്ലേ? ഈയൊരു ചോദ്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം തുടങ്ങുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ഓരോ തവണ നമ്മൾ തോൽക്കുമ്പോഴും അതൊരു വഴിയിടയലല്ല, മറിച്ച് എങ്ങോട്ട് പോകരുതെന്നും ഇനി ഏത് വഴി തെരഞ്ഞെടുക്കണമെന്നും കൃത്യമായി കാണിച്ചു തരുന്നൊരു മാപ്പാണെങ്കിലോ? നമുക്ക് ഈയൊരു ചിന്തയെ കൂട്ടുപിടിച്ച് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ഈ പരാജയത്തിന്റെ ഉള്ളറകളിലേക്കു നിറങ്ങിച്ചെല്ലാം. ഓക്കെ, നമ്മുടെ അന്വേഷണം തുടങ്ങുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ്, ഒരു കുറ്റാന്വേഷകൻ സംഭവസ്ഥലത്ത് ചെയ്യുന്നത് പോലെ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് വസ്തുനിഷ്ഠമായി ഒന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മുടെ വികാരങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ ഒരു സ്ഥാനവുമില്ല, നടന്ന കാര്യങ്ങൾക്ക് മാത്രം. ഇതിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാല്, ആദ്യപടി വളരെ ലളിതമാണ്. മനസ്സിലെ വിഷമവും ദേഷ്യവും ഒക്കെയൊന്ന് മാറ്റിവെച്ചിട്ട് വളരെ ശാന്തമായിട്ട് ഈ 4 കാര്യങ്ങളൊന്ന് കുറിച്ചുവെക്കുക. എന്താണ് പിഴച്ചത്? എപ്പോഴാണത് സംഭവിച്ചത്? നമ്മൾ സത്യത്തിൽ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ പകരം എന്താണ് കിട്ടിയത്? ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രം മതി. പ്രശ്നത്തിന്റെ ഏകദേശ രൂപം നമ്മുടെ കയ്യിൽ കിട്ടും. അടുത്തതായി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ടൈം ലൈനാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാര്യങ്ങൾ ഏതൊക്കെ ക്രമത്തിലാണ് സംഭവിച്ചത് എന്ന് ഒരു സിനിമയിലെ സീനുകൾ പോലെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞുവരും. ഒരു ചെറിയ സംഭവം എങ്ങനെയാണ് മറ്റൊന്നിലേക്ക് നയിച്ചത്, എവിടെ വെച്ചാണ് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയതെന്നൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ടൈം ലൈൻ നമ്മളെ സഹായിക്കും. ഇപ്പോൾ നമ്മൾ നമ്മുടെ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. ഈ പരാജയത്തിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയായിരുന്നോ? അതായത്, നമ്മുടെ തീരുമാനങ്ങളിലോ നമ്മൾ ചെയ്ത കാര്യങ്ങളിലോ വന്ന പിഴവാണോ? അതോ നമുക്ക് ഒരു നിയന്ത്രണവുമില്ലാത്ത പുറത്തുനിന്നുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇത് സംഭവിച്ചത്? ശരി, ആ വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്കാദ്യം ഉള്ളിലേക്ക് തന്നെ നോക്കാം. ഒരു കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നതുപോലെ നമ്മുടെ ഭാഗത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വളരെ സത്യസന്ധമായിട്ട് ഒന്ന് വിലയിരുത്താം. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ടീമിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുണ്ടായിരുന്നത്? നമ്മൾ എവിടെയൊക്കെയാണ് നോക്കേണ്ടത്? നേതൃത്വമെടുത്ത തീരുമാനങ്ങളിൽ പിഴവുണ്ടായിരുന്നോ? ടീമിന്റെ പ്രകടനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? അതോ നമ്മുടെ കയ്യിലുള്ള പണവും സമയവും നമ്മൾ ഉപയോഗിച്ച രീതിയിലാണോ പിഴച്ചത്? ഇതൊക്കെ പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഏരിയകളിൽ എവിടെയാണ് പ്രശ്നം സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയണം. എന്നാൽ ഒരു നല്ല ഡിറ്റക്റ്റീവ് സംഭവസ്ഥലം മാത്രം നോക്കിയാൽ പോരല്ലോ, അല്ലേ? അതിന്റെ ചുറ്റുപാടുകളും പരിശോധിക്കണം. കാരണം ചിലപ്പോൾ പ്രശ്നം പുറത്തുനിന്നായിരിക്കാം. അതുകൊണ്ട് ഇനി നമുക്ക് പുറത്തേക്കൊന്ന് കണ്ണോടിക്കാം. എപ്പോഴും പ്രശ്നം നമ്മളിൽ തന്നെ ആകണമെന്നില്ല. ചിലപ്പോൾ മാർക്കറ്റിൽ വന്ന ഒരു അപ്രതീക്ഷിത മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ എതിരാളികളുടെ ഒരു പുതിയ നീക്കം, അല്ലെങ്കിൽ രാജ്യത്തെ സാമ്പത്തികാവസ്ഥ, ഇവയൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. പക്ഷെ നമ്മുടെ പരാജയത്തിൽ ഇതിനൊക്കെ വലിയൊരു പങ്കുണ്ടായേക്കാം. നമ്മുടെ പിഴവുകളിൽ നിന്ന് ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുവരെ നമ്മൾ ആവശ്യത്തിനുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചു. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നതെല്ലാം ഒരു മഞ്ഞുമലയുടെ മുകൾ ഭാഗം പോലെ വെറും ലക്ഷണങ്ങൾ മാത്രമായിരിക്കാം. അപ്പോ ഇനി നമുക്ക് ആഴത്തിലേക്കൊന്നിറങ്ങിച്ചെന്ന് പ്രശ്നത്തിന്റെ യഥാർത്ഥ മൂലകാരണമെന്താണെന്ന് കണ്ടെത്താം. ഇതിന് വളരെ രസകരമായൊരു ടെക്നിക്കുണ്ട്, 5 എന്തുകൊണ്ട്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ ഇത് ഭയങ്കര പവർഫുള്ളാണ്. ഒരു ചെറിയ കുട്ടിയുടെ കൗതുകത്തോടെ ഒരു പ്രശ്നത്തെക്കുറിച്ച് 5 തവണ എന്തുകൊണ്ട് എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള കാരണത്തിലേക്കെത്തും. ഇത് ശരിക്കും ഒരു മാജിക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, പലപ്പോഴും നമുക്കറിയാത്ത ഉത്തരങ്ങൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഉപഭോക്താക്കളുടെയോ കയ്യിലുണ്ടാകും. അവർ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കുമ്പോൾ ഈ പസിലിന്റെ കാണാതെ പോയ കഷ്ണങ്ങൾ നമുക്ക് തിരികെ കിട്ടും. ഈ ഉദ്ധരണി അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇതുവരെ നമ്മൾ ചെയ്തത് ഭൂതകാലത്തെ ഒരു പോസ്റ്റ്മോർട്ടമായിരുന്നു. ഇനി നമുക്ക് ഭാവിയിലേക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാം. കാരണം ഈ വിശകലനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം തന്നെ ഭാവിയിൽ വിജയിക്കുക എന്നതാണ്. അതുകൊണ്ട് ഈ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളെ നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അറിവാക്കി മാറ്റാൻ ഈ ചോദ്യങ്ങൾ സഹായിക്കും. ഇത് വെറും ഒരു വിശകലനം മാത്രമല്ല. സത്യം പറഞ്ഞാൽ ഭാവിയിലേക്കുള്ള ഒരു പാഠപുസ്തകമാണ് നമ്മളിവിടെ എഴുതിയുണ്ടാക്കുന്നത്. എന്നാൽ ഏറ്റവും നിർണായകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പാഠങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലേക്ക് വരണം. വ്യക്തമായി എന്തു ചെയ്യണം, അതാരാണ് ചെയ്യേണ്ടത്, എപ്പോഴത്തേക്കാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചില്ലെങ്കിൽ ഒരു പ്ലാനും പൂർണ്ണമാകില്ല.
ഇതാണ് നമ്മുടെ പാഠങ്ങളെ വെറും വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മാറ്റുന്ന സ്റ്റെപ്പ്. അപ്പോ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? പരാജയത്തിന്റെ കാരണം നമ്മുടെ ഉള്ളിലായാലും പുറത്തായാലും അതിനെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യുന്നത് കൂടുതൽ ശക്തവും മികച്ചതുമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനുള്ള ഒരു വ്യക്തത നമുക്ക് തരും. ആ ക്ലാരിറ്റി, അതാണ് ഈ പ്രക്രിയയുടെ ഏറ്റവും വലിയ സമ്മാനം. നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ പരാജയം നിങ്ങളോടൊരു കഥയാണ് പറഞ്ഞത്. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയത്തിന്റെ അടുത്ത അധ്യായം എഴുതാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ചട്ടക്കൂട് തീർച്ചയായും അതിനൊരു വഴികാട്ടിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.